ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച ആളുകളെല്ലാം തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് വളരെയധികം ക്രൂഷ്യലായ രീതിയിലാണ് ഇന്ന് നിഫ്റ്റി റിയാക്ട് ചെയ്തത്. അറ്റ്ലീസ്റ്റ് എൻ്റെ ട്രേഡിങ് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അതായത് മാർക്കറ്റിൽ നിന്ന് ഒരു നിമിഷം പോലും കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ബിഹേവ് ചെയ്യുന്നത്. എങ്കിലും 25,700 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഇറാൻ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ മേൽ ട്രംപ് പുതിയതായിട്ട് 25% താരിഫ് ഏർപ്പെടുത്തുന്നതിനുള്ള ന്യൂസ്. ഇന്ത്യ ഇറാനുമായിട്ടും വലിയ തോതിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ $1.68 ബില്യൺ. അത് എക്സ്പോർട്ടാണ് കൂടുതൽ. എക്സ്പോർട്ട് ഏകദേശം $1.24 ബില്യൺ വലിയ തോതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കത് ഒരു ക്ഷീണമായി. നിഫ്റ്റിയിൽ ഏകദേശം 30ഓളം കമ്പനീസ് റെഡിൽ ക്ലോസ് ചെയ്തു. പിന്നെ നമുക്ക് പുതിയ അപ്ഡേറ്റ് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. 15-ാം തീയതി മാർക്കറ്റ് അവധിയാണ്, ബോംബെയിലെ മുനിസിപ്പൽ ഇലക്ഷൻ. അതുകൊണ്ട് തന്നെ സെൻസെക്സിൻ്റെ എക്സ്പയറി നാളെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെയും ഉണ്ട്. അതായത് ഇപ്പോൾ ഇന്നൊരു എക്സ്പയറി, നാളെ ഒരു എക്സ്പയറി. അപ്പോൾ അതിൻ്റെയും വോളറ്റിലിറ്റി മാർക്കറ്റിൽ നിലകണ്ടു എന്നുള്ളതാണ്. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ONGC, എറ്റേണൽ, ടെക്കം, ICICI ബാങ്ക്, ഹിൻഡൽകോ തുടങ്ങിയ സ്റ്റോക്കുകൾ പോസിറ്റീവിൽ റിയാക്ട് ചെയ്തപ്പോൾ ട്രെൻഡ്, L&T, ഡോക്ടർ റെഡ്ഡി, ഇൻഡിഗോ, റിലയൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ വലിയ തോതിലൊരു ഇടിവ് കണ്ടു. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. പിന്നീട് 25,714 സപ്പോർട്ട് എടുത്തു. വീണ്ടും 25,800 മുകളിൽ പോയി. വീണ്ടും 25,600 പോന്നു. വീണ്ടും 25,700. അങ്ങനെ സിക്സാക്ക് മാർക്കറ്റാണെന്ന് വേണം പറയാൻ. ഗ്ലോബൽ മാർക്കറ്റ് കാണുമ്പോൾ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്ത 3 യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ്. പിന്നെ ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയയിൽ തന്നെ കാണുന്നുണ്ട്. അതൊക്കെ മിക്സഡായ ഒരവസ്ഥയിലായിരുന്നു. ഡോ ഫ്യൂച്ചർ കാണാം, ഏറ്റവും ടോപ്പിൽ നിന്ന് 6ാമത് നെഗറ്റീവാണ്. പിന്നീട് ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് $17 ഉയർന്ന് ഇടിഞ്ഞ് 4,579, സിൽവർ 85, ബിറ്റ്കോയിൻ 92,000 ബിറ്റ്കോയിൻ കയറി. അങ്ങനെ ബ്രന്റ് ഓയിലും ഏകദേശം ഒരു 1.63% ഉയർന്ന് 64 എന്ന നിലയിൽ ഗ്ലോബൽ മാർക്കറ്റ് ഇപ്പോൾ പുതിയ US അംബാസഡർ ഇന്നലെ പോസിറ്റീവായിട്ടുള്ള കമൻട്രി പറഞ്ഞതിനെ തുടർന്നാണ് ഇന്നലെ മാർക്കറ്റ് റീബൗണ്ട് ചെയ്തത്. എന്നാൽ ഈ ഒരു ഇറാൻ ഇഷ്യൂ, താരിഫിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ, FISൻ്റെ ഭാഗത്ത് നിന്ന് ഹ്യൂജ് സെല്ലിങ്. ഇന്നലെ FIS ഏകദേശം 3,800 കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയിരുന്നു. അതെല്ലാം തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ട് നിലകൊള്ളുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ വരുന്ന ആഴ്ചയിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ബേസിക്കിൻ്റെയും ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് കൊച്ചി കാക്കനാട് വെച്ച്. ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് ബുക്ക് ചെയ്യാം. സ്റ്റോക്കിൻ്റെ വാർത്തയിലേക്ക് വരുമ്പോൾ ആദ്യം IPO ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. നമുക്കറിയാം, ഭാരത് കുക്കിംഗ് കോൾ IPO വലിയ തോതിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. 146 മടങ്ങാണ്. അപ്പോൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എല്ലാം തന്നെ സ്പൈക്ക് ചെയ്തു. 34 കോടി ആണ് ആകെ ഷെയർ ഉള്ളത്. 5,091 കോടി ഷെയറുകളാണ് ഇതുവരെ ബിഡായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ലോട്ടറി സിസ്റ്റം വഴി ചില ആളുകൾക്ക് കിട്ടും, ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടും, ചില ആളുകൾക്ക് കിട്ടില്ല. അപ്പോൾ നല്ല IPO വന്ന ഇതാണ് അവസ്ഥ. ഒരു ഭാഗ്യമാണ് IPO കിട്ടാനായിട്ടുള്ളത്. ഓറിയൻ്റ് ഹോട്ടൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 44% ഉയർന്ന് 21 കോടി രൂപ, റവന്യൂ 14% ഉയർന്നു. VA ടെക് വെബാഗ് കമ്പനി 600 കോടി രൂപയുടെ ഓർഡർ BPCLൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. സൈഡസ് ലൈഫ് പുതിയ മെഡിസിന്, ഇവരുടെ പുതിയ ലിവർ ക്യാൻസറിനുള്ളൊരു പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. മെട്രോപോളിസ് ഹെൽത്ത് കെയർ, ഇവരും ഈ ഒരു ഹെൽത്ത് കെയർ സെഗ്മെൻറ്റുള്ള കമ്പനിയാണ്. ഇവിടെ ഒരു പ്രൊസീഷ്യസ് ഡയഗ്നോസ്റ്റിക്സ് സിസ്റ്റം ഇന്ത്യയിൽ പുതിയതായിട്ട് അവർ ലോഞ്ച് ചെയ്തു. പുറവങ്കര റിയാലിറ്റി കമ്പനിയാണ്. 311 കോടി രൂപയുടെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ബാംഗ്ലൂരിൽ ആരംഭിക്കുന്നു. ടാറ്റ എലക്സി നെറ്റ് പ്രോഫിറ്റ് 30% ഇടിവ് രേഖപ്പെടുത്തി. തോമസ് കുക്ക് ഈ ഒരു ട്രാവൽ രംഗത്തുള്ള കമ്പനിയാണ്. അപ്പോൾ ഇവർ ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഡൊമസ്റ്റിക് ടൂറിസം എൻഹാൻസ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായി. റെഡ് ടേപ്പ് കമ്പനി, ഇവർ ബ്ലാക്ക് സ്റ്റോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. റെഡ് ടേപ്പ് ഇന്ന് 10% റാലി രേഖപ്പെടുത്തി. നവകാർ കോർപ്പറേഷനും അതുപോലെ തന്നെ ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ്. 11 കോടി രൂപ ലോസ്, ഇത്തവണ 9 കോടി രൂപ പ്രോഫിറ്റ്. സ്റ്റോക്ക് ഇന്ന് 10% റാലി രേഖപ്പെടുത്തി. L&T ഇന്ന് 4% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇവർക്ക് ക്വൈറ്റ് ഓയിൽ പ്രൊജക്റ്റ്, ഇവർക്ക് 8 ബില്യൻ്റെ തന്നെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തീരുമാനമായിട്ടില്ല എന്നുള്ള കാര്യം കൊണ്ടാണ് ഇന്ന് L&T ഇടിഞ്ഞത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നെറ്റ് പ്രോഫിറ്റ് ഇവർ 14 കോടി രൂപയിൽ നിന്ന് 1,400 കോടി രൂപയിൽ നിന്ന് 1,780 കോടി രൂപയിലേക്ക് ഉയർന്നു. ICICI പ്രൊഡൻഷ്യൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 326 കോടി രൂപയിൽ നിന്ന് 390 കോടി രൂപയിലേക്ക് ഉയർന്നു. ഗ്ലാൻഡ് ഫാർമ
എക്സ്പോർട്ട് 62% ഉയർന്നു. ഓറിയന്റ് ഹോട്ടൽ നെറ്റ് പ്രോഫിറ്റ് ഇവർ 14 കോടി രൂപയിൽ നിന്ന് 20 കോടി രൂപയിലേക്ക് ഉയർന്നു. സ്റ്റോക്ക് ഇന്ന് 3% റാലി രേഖപ്പെടുത്തി. അപ്പോൾ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി.